പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഫോട്ടോ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ റീക്രിയേറ്റ് ഉദ്ദേശിക്കുന്ന ഫോട്ടോ ഇതാണ്. അപ്പോൾ ഈ ഫോട്ടോ എടുത്ത ആളുടെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാക്കാം, നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ കാണാവുന്നതാണ്. ഒരു പച്ച ഒരു ചെടിയുണ്ട്, പിന്നെ വേണ്ടത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കണാണ്. അപ്പോൾ നമുക്ക് അന്ന് ഈ ഫോട്ടോ എടുക്കാം. നമുക്ക് അതുപോലെ തന്നെ ഒരു ചെടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോ എടുത്തോണ്ട് നമുക്ക് അപ്പോൾ എഡിറ്റിങ്ങിലേക്ക് പോകാം. പിക്സാർട്ടും ലൈറ്റ്റൂമും ആണ്. അപ്പോൾ നമുക്ക് പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം, പ്ലസ് ഐക്കൺ കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത ഫോട്ടോ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്കിവിടെ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കൺ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണം ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഐക്കൺ എടുക്കുവാണ്. ഐക്കൺ സെലക്ട് ശേഷം ആഡ് കൊടുക്കുക. ആഡ് കൊടുത്ത ശേഷം നമുക്കിവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിവിടെ സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ എറേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് മണ്ടയിൽ, അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്കിവിടെ എറേസ് ചെയ്ത് കൊടുക്കാം ആവശ്യമില്ലാത്ത പാർട്സ്. അപ്പോൾ നമ്മുടെ പിക്സാർട്ടിൽ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഫോട്ടോ ഒന്ന് സേവ് ചെയ്യാം. ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് സേവ് കൊടുക്കാം. അത് നമുക്കിനി ഇതൊന്ന് ലൈറ്റ്റൂമിലേക്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഈ ഫോട്ടോ ഇത് ലൈറ്റ്റൂമിലേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കാം. നമ്മുടെ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്ത് നമുക്കൊന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. നമുക്ക് ടിക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യേണ്ടത്, ഈ ഫോട്ടോ അത്യാവശ്യം ലൈറ്റ് കുറച്ചാണ് എടുത്തേക്കുന്നത്. ചെറുതായിട്ടൊരു ഡാർക്ക് ഫീലുണ്ട്. ചെറുതായിട്ടൊന്ന് പൊടിക്ക് ലൈറ്റ് കുറയ്ക്കാം. ചെറുതായിട്ടൊന്ന് കോൺട്രാസ്റ്റ് കൂട്ടാം. അതിന് ഹൈലൈറ്റ്സ് ഒരു പൊടിക്ക് കുറയ്ക്കാം. പിന്നെ ഷാഡോസ് ഒരു കുറയ്ക്കാം. പിന്നെ ബ്ലാക്ക്സും കുറയ്ക്കാം നല്ലപോലെ. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത്, ചെറുതായിട്ട് കെയർ ടൂളിലേക്ക് പോകാം. നമുക്ക് ചെറിയൊരു കെയറോട് സെറ്റ് ചെയ്യാം. നമ്മുടെ കെയറിൻ്റെ സെറ്റിങ്സ് കഴിഞ്ഞ് നമുക്ക് ഡൺ കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കളർ ടൂളിലേക്ക് പോകാം. ടെമ്പറേച്ചർ ഒരു പൊടിക്ക് കൂട്ടാം. വൈബ്രൻസ് ഒരു പൊടിക്ക് കുറയ്ക്കാം. സാച്ചുറേഷൻ ഒരു പൊടിക്ക് കൂട്ടാം. അത് കഴിഞ്ഞ് നമുക്ക് കളർ ഗ്രേഡിലേക്ക് പോകാം. മിക്സ് ടൂൾ എടുക്കുക. ഗ്രീനിലേക്ക് പോവുക. ഗ്രീനിൻ്റെ സാച്ചുറേഷൻ നമുക്കൊരു പൊടിക്ക് കുറയ്ക്കാം. ഹ്യൂ നമുക്ക് കൂട്ടാം. ലൂമിനൻസ് ഒരു പൊടിക്ക് കുറയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അക്വ എടുക്കാം. അക്വ നമുക്ക് കൂട്ടാം. അപ്പോൾ ഒരു പൊടിക്ക് കുറയ്ക്കാം.
അത് കഴിഞ്ഞ് ബ്ലൂ എടുക്കുക. ബ്ലൂ നമുക്കൊരു പൊടിക്ക് കൂട്ടാം. ലൂമിനൻസ് ഒരു പൊടിക്ക് കുറയ്ക്കാം. അത് കഴിഞ്ഞ് ഡൺ കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഡീറ്റെയിൽസിലേക്ക് പോവുക. ഡീറ്റെയിൽസിൻ്റെ അകത്ത് നമുക്ക് നോയ്സ് സപ്പറേഷൻ ഒരു പൊടിക്ക് കൂട്ടാം. പിന്നെ കളർ നോയ്സ് സപ്പറേഷൻ ഒരു പൊടിക്ക് കൂട്ടാം. പിന്നെ എഫക്ട്സിലേക്ക് പോവുക. എഫക്ട്സ് നമുക്ക് ക്ലാരിറ്റി ഒരു പൊടിക്ക് കൂട്ടാം. പിന്നെ ഡീഹേഴ്സ് ഒരു പൊടിക്ക് കൂട്ടുക. അത് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ ലൈറ്റ്സിലേക്ക് പോവാം. എക്സ്പോഷർ ഒരു പൊടിക്ക് കുറയ്ക്കാം. അപ്പം നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മറ്റേ ഫോട്ടോയിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കാം.